അപ്പോൾ ദേ ഇന്നത്തെ ഉച്ചയൂണിന് ആവോലിയും ചാളയുമാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അങ്ങനെ ദേ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകിയിട്ട് ഞാൻ കരുതിയേ ആവോലിനെ പാലുകറിയും വെക്കാം ചാളനെ വറുക്കുകയും ചെയ്യാമെന്ന്. പിന്നെയാണ് ഞാൻ വിചാരിച്ചത്, ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചി ചാളനെ കുരുമുളകിട്ട് കറി വെച്ച് നോക്കുന്നു. അപ്പോൾ ഞാൻ ഇതുവരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ കറികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും ഒരേപോലത്തെ കറി തന്നെ. ഇതിലൊരു വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഇവിടെ പിടിക്കൂല കേട്ടോ. പക്ഷെ ഞാൻ കരുതി ഇന്ന് രണ്ടും കൽപ്പിച്ച് അത് വെച്ച് നോക്കാമെന്ന്. അങ്ങനെ ദേ ചാളക്കറി ഞാൻ വെക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തിള വന്നപ്പോഴത്തേക്ക് ഒരു മണമൊക്കെ മൂക്കിലോട്ട് അടിച്ചപ്പോൾ എനിക്ക് രസത്തിൻ്റെ മണം പോലെയൊക്കെ തോന്നി കേട്ടോ. പക്ഷെ കറി എങ്ങനെ ആകുമെന്ന് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ദേ എൻ്റെ ആവോലിക്കറിയും ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി കോളം കൂർക്കേണ്ടാവും, അതിനും ഞാൻ ചതച്ച മുളകിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കൂർക്കക്കറിയും ആവോലി പാല് പിഴിഞ്ഞ് കറി വെച്ചതും നമ്മുടെ ചാള കുരുമുളക് ഇട്ടതും ഒക്കെ ആയിട്ടുണ്ടേ. അങ്ങനെ വേഗം തന്നെ ഒരു 34 വർഷം പഴക്കമുള്ള പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മയ്ക്ക് കല്യാണത്തിന് അലമാര വെച്ച് കിട്ടിയ പ്ലേറ്റാണ്. ഇതിലൊരു 2-3 ഞാൻ നേരത്തെ തന്നെ പൊട്ടിച്ച് അതിനെ കിട്ടും കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന്. പഴക്കമുള്ളത് കൊണ്ട് തന്നെ പ്ലേറ്റിന് ചെറുതായിട്ടൊരു ചരിവും ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ ചോറും കറിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തട്ടി ആ